നമസ്കാരം. ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അമേരിക്കയിൽ ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്ന ഒരു ട്രെൻഡിനെ കുറിച്ചാണ്. അപ്പാർട്ട്നേഴ്സ് എന്നാണ് അവരവരെ വിളിക്കുന്നത്. അതെ, അതായത് നല്ല സ്നേഹത്തിലും പ്രതിബദ്ധതയിലുമൊക്കെയുള്ള ദമ്പതികൾ പക്ഷേ ഒരുമിച്ച് താമസിക്കുന്നില്ല, ബോധപൂർവം 2 വീടുകളിൽ ജീവിക്കാൻ തീരുമാനിക്കുന്നു. എപ്പോഴും നമ്മൾ കാണുന്നത് ഒരുമിച്ച് താമസിക്കുന്ന രീതിയല്ലേ? അതിൽ നിന്ന് മാറി എന്തുകൊണ്ടാണ് കൂടുതൽ പേർ ഈയൊരു വഴി തിരഞ്ഞെടുക്കുന്നത്? ശരിയാണ്. നമുക്ക് കിട്ടിയ ചില വിവരങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ കാരണങ്ങൾ, പിന്നെ വ്യക്തിസ്വാതന്ത്ര്യം, മെന്റൽ ഹെൽത്ത്, പൈസയുടെ കാര്യം, ഇതിലൊക്കെയുള്ള സ്വാധീനം, ഗുണങ്ങൾ, ദോഷങ്ങൾ, ഇതൊക്കെ നമുക്കൊന്ന് ആഴത്തിൽ നോക്കാം. ഓക്കെ. അപ്പോൾ ശരി, എന്താണ് ഈ ലിവിംഗ് അപ്പാർട്ട് ടുഗെദർ അഥവാ അപ്പാർട്ട്ണർ രീതി? ഇത് സാധാരണ നമ്മൾ കാണുന്ന ഒന്നിച്ചു താമസിക്കുന്നതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്? ഇവിടെ പ്രധാനമായിട്ടും മാറുന്നത് എന്താ പറയാ, പ്രണയത്തോടും ഒരുമിച്ചുള്ള ജീവിതത്തോടുമുള്ള കാഴ്ചപ്പാടുകളാണ്. ഓഹോ. അതായത് ഒരേ വീട്ടിൽ താമസിക്കുന്നത് മാത്രമല്ല സ്നേഹത്തിന്റെയോ കമ്മിറ്റ്മെന്റിന്റെയോ ഒക്കെ ഒരേ ഒരു തെളിവ് എന്ന് പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. അതിനേക്കാൾ പ്രധാനം വൈകാരികമായ അടുപ്പം, പരസ്പരം ബഹുമാനിക്കുക, നല്ല രീതിയിൽ സംസാരിക്കുക എന്നൊക്കെയാണ്. ഓരോരുത്തർക്കും അവരവരുടെ ഒരു സ്പേസ്, ഒരു വ്യക്തിപരമായ ഇടം, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ നല്ലൊരു ബന്ധം കൊണ്ടുപോകാം എന്ന ചിന്തയാണ് ഇതിനു പിന്നിൽ. വ്യക്തിസ്വാതന്ത്ര്യം, അതിന് ഈ കാലത്ത് വലിയ വിലയുണ്ട് അല്ലേ? തീർച്ചയായും. സ്വന്തം ഇഷ്ടങ്ങൾ, ചിലപ്പോൾ രാവിലെ നേരത്തെ എണീക്കുന്ന ശീലം, അല്ലെങ്കിൽ രാത്രി വൈകി ഉറങ്ങുന്നത്, അതുപോലെ സ്വന്തം താൽപ്പര്യങ്ങൾ, ഹോബികള്, പിന്നെ സ്വന്തമായി കുറച്ച് സമയം, ഒരു ശാന്തത. അതെ അതെ. ഇതൊന്നും വേണ്ടെന്ന് വെക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരുപക്ഷെ ഈ രീതി നല്ലതായി തോന്നാം. ശരിയാണ്. നമ്മൾ ചില സെലിബ്രിറ്റികളുടെ കാര്യമൊക്കെ കേട്ടിട്ടുണ്ട്. ഗ്വിനത്ത് പാൾട്രോയും ബ്രാഡ് ഫൾച്ചയ്ക്കും വിവാഹം കഴിഞ്ഞ ആദ്യത്തെ ഒരു വർഷം ഇങ്ങനെ വേറിട്ടാണ് താമസിച്ചത്. അതുപോലെ സാറാ പോൾസണും ഹോളണ്ട് ടൈലറും അവരവരുടെ തിരക്കുള്ള ജോലിക്കിടയിലും സ്വന്തം ഇടങ്ങൾ വേണമെന്നവർക്ക് തോന്നി. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ സ്വന്തം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ബന്ധം നന്നായി കൊണ്ടുപോകാൻ സഹായിക്കുമെന്നാണ് അവർ പറയുന്നത്. തീർച്ചയായും. പിന്നെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ളൊരു അവബോധം അതുകൂടിയിട്ടുണ്ട്. അതും ഇതിലൊരു പ്രധാന ഘടകമാണ്. അതെങ്ങനെയാണ്? അതായത് ഒരുമിച്ച് താമസിക്കുമ്പോൾ ചിലപ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തർക്കങ്ങളുണ്ടാവാം. വീട്ടുജോലിയുടെ കാര്യം, ചിലപ്പോൾ കൂർക്കം വലി, അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തിലെ വ്യത്യാസം. അതൊക്കെ ശരിയാണ്. ഇങ്ങനെയുള്ള ദിനംദിനമുള്ള ചെറിയ സ്ട്രെസ്സുകൾ ഒഴിവാക്കാൻ വേറിട്ട് താമസിക്കുന്നത് സഹായിക്കും. ഇത് പങ്കാളികൾക്കിടയിൽ ഒരു എന്താ പറയാ, അനാവശ്യമായ ടെൻഷൻ കുറയ്ക്കും. പ്രത്യേകിച്ച് ഇപ്പോ ഉത്കണ്ഠയോ വിഷാദമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയുള്ളവർക്ക് സ്വന്തം ചുറ്റുപാടുകൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റുന്നത് നല്ലൊരു കാര്യമാണ്. ഒരു സമാധാനം കിട്ടും. അത് ശരിയാണ്. ചെറിയ കാര്യങ്ങളെ ചൊല്ലിയുള്ള നിരന്തരമായ വഴക്കുകൾ ഒഴിവാകുമല്ലോ. പിന്നെ ഇന്നത്തെ ഒരു ജീവിത രീതിയില്ലേ, ഹസിൽ കൾച്ചർ എന്ന് പറയില്ലേ? അതെ. എപ്പോഴും തിരക്ക്, ജോലിക്ക് ഭയങ്കര പ്രാധാന്യം, അതും ഒരു കാരണമായിരിക്കാം അല്ലേ? അവരവരുടെ കരിയറിൽ ശ്രദ്ധിക്കാൻ ഒരു അവസരം കിട്ടുന്നു. തീർച്ചയായും. മറ്റേയാൾക്ക് സമയം കൊടുക്കുന്നില്ല എന്നൊരു കുറ്റബോധം ഒരുപക്ഷെ അതും കുറഞ്ഞേക്കാം. ശരിയാണ്. പിന്നെ സാമ്പത്തികമായ ചില സൗകര്യങ്ങളും ഇതിൽ കാണുന്നുണ്ട്. അതെന്തൊക്കെയാണ്? സ്വന്തം ബില്ലുകൾ, വാടക, മറ്റ് ചിലവുകൾ, ഇതൊക്കെ അവരവർ തന്നെ നോക്കുന്നത് പൈസയുടെ കാര്യത്തിൽ ഒരു വ്യക്തത നൽകും. ഒരുപക്ഷെ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി ബന്ധം പിരിയേണ്ടി വന്നാൽ അപ്പോഴുണ്ടാകുന്ന സാമ്പത്തിക തർക്കങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നൊരു വാദമുണ്ട്. ഓഹോ. പിന്നെ ചില വലിയ സിറ്റികളിലൊക്കെ ഒരുമിച്ച് വലിയൊരു വീടെടുക്കുന്നതിനേക്കാൾ ചിലപ്പോൾ ലാഭം 2 ചെറിയ അപ്പാർട്ട്മെന്റുകൾ എടുക്കുന്നതായിരിക്കും. അതും ഒരു ഘടകമാകാം. ശരി, ഇതൊക്കെ ഇതിന്റെ നല്ല വശങ്ങൾ. പക്ഷേ ഇതിനൊരു മറുവശം കൂടി കാണുമല്ലോ അല്ലേ? തീർച്ചയായും. ഇങ്ങനെ വേറിട്ട് ജീവിക്കുമ്പോൾ ബന്ധങ്ങളുടെ ആഴം കുറഞ്ഞു പോകുമോ? അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്നത് എന്ന് തോന്നുന്നു. അതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. കാരണം നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ സന്തോഷം മാത്രമല്ലല്ലോ പങ്കുവയ്ക്കുന്നത്. ദൈനംദിന ജീവിതത്തിലെ ചെറിയ ബുദ്ധിമുട്ടുകൾ, ചിലപ്പോൾ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്നത്, ഒരുമിച്ച് നിന്ന് പരിഹരിക്കേണ്ട പ്രശ്നങ്ങൾ, ഇതൊക്കെയുണ്ട്. ഈ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് പലപ്പോഴും ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നത്. ശരിയാണ്. വേറിട്ട് താമസിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എന്താ പറയുക, പങ്കാളിയുടെ ഏറ്റവും നല്ല വശം മാത്രം കാണുന്നു, നമ്മുടെ ഏറ്റവും നല്ല മുഖം മാത്രം കാണിക്കുന്നു. അങ്ങനെയൊരു തരം പെർഫോമൻസ് പോലെയാകാൻ സാധ്യതയുണ്ട്.
ഒരു നാച്ചുറാലിറ്റി കുറയുമോ? അതെ, ആ ഒരു സ്വാഭാവികത, ആഴം അതൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് നേരിടാനുള്ള ഒരു പരിശീലനം കിട്ടാതെ പോകുമോ എന്നൊരു സംശയം. പിന്നെ വ്യക്തിപരമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നത് നല്ലതാണെങ്കിലും ഇത് ചിലപ്പോൾ പങ്കാളികളെ രണ്ട് വഴികാക്കുമോ എന്നൊരു വാദവും കേട്ടിട്ടുണ്ട്. ഞാൻ എന്ന ചിന്ത നമ്മൾ എന്നതിനേക്കാൾ വലുതാകുമ്പോൾ പൊതുവായ ലക്ഷ്യങ്ങൾ, ഒരുമിച്ചുള്ള സ്വപ്നങ്ങൾ അതൊക്കെ കുറഞ്ഞു പോകുമോ? ഓരോരുത്തരും അവരവരുടെ ലോകത്ത് കൂടുതൽ മുഴുകിപ്പോകുമോ? അതൊരു സാധ്യതയാണ്. ഇതിനെ കുറച്ചുകൂടി വലിയൊരു രീതിയിൽ നോക്കിയാൽ ഈ പറഞ്ഞ സാമ്പത്തിക സ്വാതന്ത്ര്യം അത് ചിലപ്പോൾ ആ ഒരു പങ്കാളിത്വബോധം കുറയ്ക്കാൻ കാരണമായേക്കാം. അതെങ്ങനെ? ഒരു സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ ഒരുമിച്ച് നേരിടുന്നതിനു പകരം അതെന്റെ പ്രശ്നമല്ല, അല്ലെങ്കിൽ അത് നിന്റെ പ്രശ്നമാണ് എന്നൊരു തോന്നൽ വരാൻ സാധ്യതയുണ്ടോ? എന്റെ പണം, നിന്റെ പണം എന്ന വേർതിരിവ് നമ്മുടെ എന്നൊരു ഐഡിയയെ ദുർബലപ്പെടുത്തുമോ? ഓർത്താൽ ശരിയാണ്. പിന്നെ ഒരുമിച്ച് ജീവിക്കുമ്പോഴുണ്ടാകുന്ന ആ ചെറിയ ചെറിയ കാര്യങ്ങളില്ലേ? ഉദാഹരണത്തിന്, ഒരുമിച്ച് രാവിലെ ചായ കുടിക്കുന്നത്, അല്ലെങ്കിൽ വൈകുന്നേരം വന്നിരുന്ന അന്നത്തെ ദിവസത്തെക്കുറിച്ച് വെറുതെ സംസാരിക്കുന്നത്, ഒരുമിച്ച് എന്തെങ്കിലും പാചകം ചെയ്യുന്നത്, അങ്ങനെയുള്ള ചെറിയ പങ്കുവയ്ക്കലുകൾ. അതെ, ഷെയർ റിച്വൽസ് എന്ന് പറയും. അത് തന്നെ. അതൊക്കെയാണ് പലപ്പോഴും ബന്ധത്തിനൊരു ബലം കൊടുക്കുന്നത്. വേറിട്ട് താമസിക്കുമ്പോൾ ഈ ഒരു സ്വാഭാവികത നഷ്ടപ്പെടുമോ? കാണാനും സംസാരിക്കാനുമൊക്കെ എപ്പോഴും പ്ലാൻ ചെയ്യേണ്ടി വരുമ്പോൾ അതൊരു കൃത്രിമത്വം പോലെ തോന്നുമോ? സാധ്യതയുണ്ട്. ആ ഒരു സ്പോണ്ടേനിറ്റി കുറഞ്ഞേക്കാം. പിന്നെ പ്രതിബദ്ധതയുടെ കാര്യത്തിലും ചില ചോദ്യങ്ങൾ വരാം. അതെന്താണ്? എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അത് സംസാരിച്ചൊരു പരിഹാരം കാണുന്നതിനു പകരം എളുപ്പത്തിൽ സ്വന്തം വീട്ടിലേക്ക്, സ്വന്തം സേഫ് സോണിലേക്ക് പിൻവാങ്ങാനുള്ള ഒരു എളുപ്പവഴിയായി ഇത് മാറുമോ? അത് ആത്യന്തികമായി കമ്മിറ്റ്മെന്റിന്റെ ആഴത്തെ ബാധിക്കുമോ? പിന്നെ കുട്ടികളുള്ള ദമ്പതികളാണെങ്കിൽ അതും ഒരു പ്രധാന വിഷയമാണ്. അവർക്കൊരു സ്ഥിരത, ഒരു സുരക്ഷിതത്വബോധം കൊടുക്കുന്നതിൽ ഇത് വെല്ലുവിളിയാകുമോ? രണ്ട് വീടുകൾക്കിടയിൽ മാറി മാറി താമസിക്കുന്നത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാകില്ലേ? ശരിയാണ്. അത് കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതെ. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഈ അപാർട്ട്ണർ രീതിക്ക് അതിൻ്റെതായ നല്ല കാര്യങ്ങളുമുണ്ട്, അതേസമയം ചില ദോഷവശങ്ങളും വെല്ലുവിളികളുമുണ്ടെന്ന് വ്യക്തമാണല്ലോ. തീർച്ചയായും. ഒരു വശത്ത് നോക്കിയാൽ വ്യക്തിസ്വാതന്ത്ര്യം, സ്വന്തമായൊരിടം, ദൈനംദിനമുള്ള ചെറിയ ടെൻഷനുകൾ ഒഴിവാക്കുക, ഇതൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനായി തോന്നാം. മാറുന്ന ഈ ലോകത്ത് ബന്ധങ്ങളെ പുതിയ രീതിയിൽ കാണാൻ ഇത് പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാൽ മറുവശത്ത് ഒരുമിച്ച് ജീവിക്കുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു ആഴത്തിലുള്ള അടുപ്പം, ഒരുമിച്ച് നിന്ന് പ്രശ്നങ്ങളെ നേരിടാനുള്ളൊരു കഴിവ്, പങ്കുവയ്ക്കലിന്റെ ആ ഒരു സ്വാഭാവികമായ സന്തോഷം, ഇതൊക്കെ ചിലപ്പോൾ കുറഞ്ഞുപോയേക്കാം. ബന്ധങ്ങൾ കുറച്ചുകൂടി ഉപരിപ്ലവമാകാൻ സാധ്യതയുണ്ടോന്നൊരു പേടിയും വരാം. അങ്ങനെയും ഒരു വാദമുണ്ട്. ആത്യന്തികമായി ഇതിൽ ശരിയോ തെറ്റോ എന്നൊന്നുമില്ല. ഓരോ ദമ്പതികളും അവരുടെ സാഹചര്യം, അവരുടെ മുൻഗണനകൾ, അവർക്ക് എന്താണ് വേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് അവർക്ക് ഏറ്റവും യോജിച്ച രീതി കണ്ടെത്തുക എന്നതാണ് പ്രധാനം. ഈ വിഷയത്തിൽ നമ്മൾ നടത്തിയ ഈ വിശദമായൊരു വിശകലനം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ വ്യക്തിസ്വാതന്ത്ര്യവും എന്നാൽ ഒരുമിച്ചുള്ള വൈകാരിക അടുപ്പവും ഇത് തമ്മിലുള്ളൊരു ബാലൻസ് ഇല്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെയൊക്കെ ഒരു അനുഭവത്തില്, ഒരു ബന്ധത്തില് ശരിയായ അകലമെന്ന് പറയുന്നത് എന്താണ്? എവിടെയാണ് സ്വാതന്ത്ര്യവും പങ്കുവെക്കലും തമ്മിലുള്ള ആ ഒരു ലൈൻ വരയ്ക്കേണ്ടത്? ഈ ചിന്തകളുമായി നമുക്ക് അടുത്ത തവണ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും theopenmicpodcasts@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.